പ്രൈസ് ദി ലോർഡ്. ടൈത്ത്, ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു പഠനത്തിനാണ് ഇന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ദശാംശം എന്നത് പുതിയ നിയമസഭയുടെ ഉപദേശമാണോ അതോ പഴയ നിയമം കൊണ്ട് അസ്തമിച്ചോ? ഇത് പഴയ നിയമസഭയുടെ ഉപദേശമാണോ അതോ ഉപദേശമേ അല്ലയോ? ഒരു സാഹചര്യത്തിൻ്റെ പുറത്ത് ആരെങ്കിലും കാണിച്ച ഒരനാവശ്യമാണോ? പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്നുണ്ടോ? ദശാംശം കൊടുത്തില്ലെങ്കിൽ എന്തു സംഭവിക്കും? കൊടുത്തതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് പൊതുവെ ഞാൻ മറുപടി പറയാറില്ല. ദശാംശത്തെക്കുറിച്ച് ഞാൻ അധികം പഠിപ്പിക്കാറില്ല. പക്ഷെ ദൈവത്തിന് കൊടുക്കണമെന്നും ഏറ്റവും നല്ലത് കൊടുക്കണമെന്നും ഞാൻ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഈ വിഷയത്തിൽ ദശാംശത്തെക്കുറിച്ച് ചില മറുപടികൾ പറയുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. പുതിയ നിയമസഭകളിൽ അത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭയിൽ ഉൾപ്പെടാത്ത ഒറ്റപ്പെട്ട വ്യക്തികളിൽ പലരും പുതിയ നിയമസഭയിൽ ദശാംശത്തിൻ്റെ ഉപദേശമേ ഇല്ല. ആകയാൽ അവരവർ പോകുന്ന സഭകളിൽ ദശാംശം കൊടുക്കരുത്. പകരം അത് കിട്ടിയാൽ എന്നെ പോലുള്ളവർക്ക് കുഴപ്പമില്ല, മെവറീസിനെ പോലുള്ളവരെന്നല്ല, ഈ വാദിക്കുന്നവർക്ക് കുഴപ്പമില്ല, അത് ഞങ്ങളുടെ പോക്കറ്റിൽ വരേണ്ടതാണ് എന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരാശയം ഇന്ന് പലരും പറയാറുണ്ട്. നേരെ മറിച്ച് പുതിയ നിയമസഭകളെല്ലാം പഠിപ്പിക്കുന്നത് സഭയിൽ ഇത് വരേണ്ടതാണ്, സഭയിൽ തന്നെ വരേണ്ടതാണ്. എന്തുപയോഗത്തിന് വേണ്ടിയാണ് ദശാംശം വരുന്നത്? ചിലർ പറയാറുണ്ട് വിധവമാർക്ക് വേണ്ടിയാണ് ദശാംശം, ചിലർ പറയാറുണ്ട് പരദേശികൾക്ക് വേണ്ടിയാണ്, ചിലർ പറയാറുണ്ട് അഗതികൾക്ക് വേണ്ടിയാണ്, മറ്റു ചിലർ പറയാറുണ്ട് സാധുക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടർ പറയാറുണ്ട് ഇല്ല, എന്നെപ്പോലുള്ളവർക്ക് വേണ്ടിയാണ്, അതുകൊണ്ടത് എൻ്റെ കയ്യിൽ തന്നെ വരണം, സഭയിൽ കൊടുക്കരുത്, അർഹിക്കുന്നവർ അവരല്ല എന്ന് പറയാം. ഞാനിതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് വ്യക്തമായ ചില ആശയങ്ങൾ പറയട്ടെ. ഒന്ന്, മോശയുടെ ന്യായപ്രമാണത്തിൽ ദശാംശത്തിൻ്റെ ഉപദേശം ആദ്യാവസാനം കാണാൻ കഴിയും. പക്ഷേ മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത് വരുന്നതിന് മുന്നമേ തന്നെ ദശാംശം എന്ന ആശയം ബൈബിളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒരു നീണ്ട യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയും അതേ സമയത്ത് ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസദേക്ക് എന്ന പുരുഷൻ അബ്രഹാമിനെ എതിരേൽക്കുകയും ചെയ്തു. മൽക്കിസദേക്ക് എന്ന പുരുഷൻ എന്ന് ഞാൻ പറഞ്ഞ പദം തന്നെ ഒരു പക്ഷെങ്കിൽ ആസ്ഥാനത്തായിരിക്കാം. മൽക്കിസദേക്ക് എന്ന പുരോഹിതൻ എന്ന് മാത്രം പറയാം. മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു വരികയും ചെയ്തു. അബ്രഹാം തനിക്ക് കിട്ടിയ സകലത്തിലും 10-1 മൽക്കിസദേക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അദ്ദേഹത്തോടുള്ള അനുഗ്രഹം, അദ്ദേഹത്തിൽ നിന്ന് ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. നിത്യനായ ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നാണ് അബ്രഹാം അത് കൊടുത്തത്. അന്നുവരെ അബ്രഹാം ദശാംശം കൊടുക്കണമെന്ന് ഒരു പ്രമാണമോ കൽപ്പനയോ ഇല്ല. അബ്രഹാമിന് മുമ്പുണ്ടായിരുന്ന ജാതികളും അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജാതികളും ചിലർ ദശാംശമോ അതിന് തുല്യമായൊരു തുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഒരു തുകയോ ദൈവങ്ങൾക്ക് കൊടുത്തിരുന്നു എന്ന് കാണുവാൻ കഴിയും. ജാതീയമായ പാരമ്പര്യത്തിൽ നിന്ന് അബ്രഹാം പകർത്തിയതാണോ? പാഗനിസത്തിൽ നിന്ന് അബ്രഹാം പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, പാഗനിസത്തിൽ നിന്ന് പൊക്കിയതല്ല, അബ്രഹാമിൻ്റെ വെളിയിലുണ്ടായിരുന്ന ഒരു വംശത്തിൽ നിന്ന് എടുത്തതല്ല, നിത്യനായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസദേക്ക് അത് വാങ്ങുവാൻ അവിടെ വരികയോ അബ്രഹാമിനെ അനുഗ്രഹിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. മൽക്കിസദേക്ക് വരുന്ന വരവ് അബ്രഹാം ദൈവത്തെ സ്തുതിക്കേണ്ടതിന്, വന്ദിക്കേണ്ടതിന്, ആരാധിക്കേണ്ടതിന് വെമ്പൽ കൊള്ളുന്ന സാഹചര്യമാണ്. കാര്യം 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് 4 പേരെയും ജയിച്ചു. ആളവകടം ഒന്നും തൻ്റെ സൈഡിൽ നിന്ന് ബൈബിളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു ചരിത്രത്തിൽ, അല്ലെങ്കിൽ എടുത്തു പറയത്തക്ക ആളവകടം ഒന്നും തൻ്റെ സൈഡിൽ നിന്ന് സംഭവിക്കാതെ വലിയ കൊള്ളകളുമായി സത്യത്തിൽ 4 രാജാക്കന്മാർ ഒരു 5 രാജാക്കന്മാരോട് ഏറ്റുമുട്ടുകയായിരുന്നു. ഈ 9 പേരെയും രാജാക്കന്മാരെയും അബ്രഹാം കൊള്ളയിട്ടു. 9 പേരെയും അബ്രഹാം കൊള്ളയിട്ടു, അവരെ ജയിച്ചു. എന്നിട്ടാണ് അബ്രഹാം മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ അതിഭയങ്കര കൊള്ളയുമായി അബ്രഹാം മടങ്ങി വരികയാണ്. ഈ വരുന്ന സമയത്ത് മൽക്കിസദേക്ക് എതിരേറ്റു വന്നു. മൽക്കിസദേക്ക് വരുന്നതും
അപ്പവും വീഞ്ഞും കൊണ്ടാണ് അബ്രഹാമിനെ എതിരേൽക്കുന്നത്. ഇതൊരു പ്രത്യേക കാര്യമാണ്. അബ്രഹാമിന് ദൈവത്തെ ആരാധിക്കാൻ താല്പര്യമുണ്ട്, കടപ്പാടുണ്ട്, ദൈവത്തോടുള്ള നന്ദി കൊണ്ട് തൻ്റെ ഹൃദയം നിറയുകയാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസദേക്ക് അവിടെ വരുന്നത്. മൽക്കിസദേക്കിനെ കുറിച്ച് എബ്രായ ലേഖനം 7-ാം അധ്യായം പറയുന്നത്, അവൻ ആദിയില്ല, അന്തമില്ല, മാതാവില്ല, പിതാവില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവപുത്രന് തുല്യനായ ഒരുവൻ വെളിപ്പെടുകയാണ്. മാത്രവുമല്ല, ഒരല്പം കൂടെ ഗൗരവമായ ആഴത്തിൽ ഞാൻ ഇറങ്ങി ചിന്തിക്കുമ്പോൾ, ബൈബിളിൽ നിന്ന് ഇറങ്ങി ചിന്തിക്കുമ്പോൾ, അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് എതിരേറ്റു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. യേശുവാണ് അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ജനത്തിന് കൊടുത്ത് വാങ്ങി പങ്കിട്ടുകൊള്ളുക എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അബ്രഹാമിന് മൽക്കിസദേക്ക് കൊണ്ടു കൊടുക്കുന്നത് അപ്പവും വീഞ്ഞുമാണ് എന്ന് മറക്കരുത്. അങ്ങനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും താല്പര്യപ്പെട്ടു വരുമ്പോൾ തേണ്ടേ ആരാധന അംഗീകരിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായി മൽക്കിസദേക്ക് വരികയാണ്. ഇനി മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവൻ്റെ കടിപ്പുറം പ്രദേശത്തുണ്ടായിരുന്നു എന്നൊരു പദം തൻ്റെ എബ്രായ ലേഖനത്തിൽ കാണാം. ദശാംശം വാങ്ങുന്ന പുരോഹിതന്മാർ അന്ന് അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ട്. ദശാംശത്തിൻ്റെ പ്രമാണം അബ്രഹാം മുഖേന തൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന വിശുദ്ധന്മാരുമായി, വിശ്വാസികളുമായി, വിശ്വാസികളുടെ പിതാവ് ആയ അബ്രഹാം ഷെയർ ചെയ്യുകയാണ് എന്ന് മറക്കേണ്ടത്. ഇത് ഒരു വെളിപ്പാടില്ല. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ആ സകലത്തിലും എന്ന പദം ഓർപ്പിക്കട്ടെ, പിന്നത്തേതിൽ അത് ഞാൻ വീണ്ടും പറയും. ഇവിടെ എബ്രായ ലേഖനം 7-ാം അധ്യായ പ്രകാരം ഞാൻ പറഞ്ഞായിരുന്നു, മൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ അവന് ആരംഭമില്ല, അവസാനമില്ല, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന ചരിത്രവും അവിടെയും എടുത്തു പറയുന്നുണ്ട്. ഇത് അബ്രഹാം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി താല്പര്യപ്പെട്ടു വരുമ്പോൾ ആരാധനയുടെ ഭാഗമായി തനിക്ക് ദൈവത്തോടുള്ളതായ ആ കടപ്പാടിൻ്റെ സൂചനയായി തൻ ദശാംശം മുഴുവനും ദൈവസന്നിധിയിൽ കൊണ്ടുകൊടുത്ത് ദൈവത്തോട് വിധേയത്വം കാണിക്കുകയും അതേ ആരാധനയുടെ മറുഭാഗമായി അപ്പവും വീഞ്ഞും നൽകി മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയുമായിരുന്നു. എബ്രായർ 7-1 മുതൽ 3 വരെയുള്ള വാക്യം കൂടെ ഞാനിവിടെ വായിക്കുന്നത് മാത്രം. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവും എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവും എന്നർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവ അവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യമായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അങ്ങനെ ദൈവപുത്രന് തുല്യമായി എന്നേക്കും പുരോഹിതനായിരിക്കുന്ന മൽക്കിസദേക്ക് അബ്രഹാമിൻ്റെ മുമ്പിൽ വരികയും അബ്രഹാം അവന് അപ്പവും വീഞ്ഞും കൊടുക്കുകയും ചെയ്തു. മൽക്കിസദേക്കിനെ തേടി അബ്രഹാം നടന്നതല്ല, നിശ്ചയമായും അബ്രഹാമിനെ തേടി മൽക്കിസദേക്ക് വന്നതാ. നമ്മൾ ദൈവത്തെ തേടി കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല, നമ്മളെ തേടി കണ്ടുപിടിച്ച ദൈവത്തിന് സ്തോത്രം. ആരാധനയുടെ ഭാഗമായി അബ്രഹാം വെളിപ്പാടിൽ നിന്ന് ദൈവത്തിന് ഒരു ദശാംശം കൊടുക്കുകയും ആരാധനയുടെ ഭാഗമായി ദൈവത്തിൻ്റെ തുല്യനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നിന്ന് മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച് അപ്പവീഞ്ഞുകൾ കൊടുക്കുകയും ആയിരുന്നു. എങ്കിൽ ഇതൊരു വെളിപ്പാടാണ്. ഇതൊരു ഉപദേശമല്ല. പഴയ നിയമത്തിന് പോലും പുതിയ നിയമത്തിന് പോലും ഇതൊരു ഉപദേശമല്ല, ഇതൊരു ദൈവിക വെളിപ്പാടാണ്. ആത്മീയർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ ഉദാഹരണം നമ്മുടെ പിതാവായ യാക്കോബിനെയാണ് ഞാൻ രണ്ടാമത് എടുത്തു കാണിക്കുന്നത്. അദ്ദേഹം ഒന്നുമില്ലാത്തവനായി ഭവനം വിട്ടുപോകുകയാണ്. അപ്പനില്ല, അമ്മയില്ല, സഹോദരനില്ല. ഉണ്ടെങ്കിൽ സഹോദരനായ ശത്രുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കുടുംബമില്ല, വസ്തുവകകളില്ല, ആടുമാടുകളില്ല, ഒന്നുമില്ലാത്തവനായി വെറും കൈയോടെ കേവലം ഒരു വടിയോടെ മാത്രം യാത്ര ചെയ്യുകയാണ്. തൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് യാക്കോബ് പിന്നൊരിക്കൽ ദൈവദൂതനോട് പറയുന്ന ഒരു വാചകം ഓർമ്മയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഒരു വടിയോടുകൂടെ മാത്രമാണ് അടിയനെ യോർദാൻ കടന്നത്. കർത്താവേ, അടിയനെ അനുഗ്രഹിച്ച് അങ്ങാണ് ഇതെല്ലാം തന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു വടിയോടുകൂടെ മാത്രം യാത്ര ചെയ്തു വരുന്ന യാക്കോബ് വരുന്ന വഴിയിൽ ഒരു വെളിമ്പ്രദേശത്ത് കിടന്നുറങ്ങി. നാടൻ കാറ്റടിച്ച് നാട്ടിലെ പൊടി, മരുഭൂമിയാണല്ലോ, അവിടുത്തെ പൊടി അദ്ദേഹത്തിൻ്റെ ശരീരത്തോടെ വിതറപ്പെടുമ്പോൾ
തലയണയായി മറ്റൊന്നും വയ്ക്കുവാനില്ലാത്തപ്പോൾ തലേ രാത്രി വരെ അപ്പൻ്റെ ഭവനത്തിൽ നന്നായി തലവണ വെച്ച് ഉറങ്ങിയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ആ മനുഷ്യൻ ഒരു കല്ലെടുത്ത് തലവണയായി വെച്ച് ഒരു തടിക്കഷ്ണം എടുക്കാൻ, ഒരു വെട്ടിവെക്കുവാൻ തൻ്റെ കയ്യിൽ കത്തിയില്ലായിരുന്നു എന്ന് ഉറപ്പാണ്. ഒരു കൽക്കഷ്ണം എടുത്ത്, ഒരു കല്ലെടുത്ത് തൻ്റെ തലവണയായി വെച്ചുകൊണ്ട് അതിൽ കിടന്നുറങ്ങവേ ആ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ എനിക്ക് കൊതുകിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അന്നത്തെ മരുഭൂമിയിൽ പലപ്പോഴും അഗ്നിപ്പാമ്പുകളും തേളുകളും മഹാശല്യങ്ങളുണ്ടായിരുന്ന ഇടമാണ്. അതിൻ്റെ നടുവിൽ കിടന്നുറങ്ങവേ യാക്കോബ് ഒരു ദർശനം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നതും സ്വർഗത്തോളം എത്തുന്നതുമായ ഒരു കോവേണി. ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് തന്നെ പരിരക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം കണ്ടു. താൻ കണ്ട ദർശനത്തിന് താൻ ഉത്തരവാദിയാണ്, താൻ ദൈവത്തോട് തൻ്റെ കടപ്പാട് നിർവഹിക്കുമെന്ന് തീരുമാനിച്ചു. യഹോവയായ ദൈവം അദ്ദേഹത്തോട്, ഞാൻ നിന്നെ പരിപാലിക്കും, ഈ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് താൻ തലവണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് ഒരു തൂണാക്കി നിർത്തി. അവിടെ നിന്നുകൊണ്ട് താൻ ദൈവത്തോടൊരു പ്രതിഷ്ഠ ചെയ്തു. എനിക്ക് കിട്ടുന്ന സകലതിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും. ആട് കിട്ടുമോ, മാട് കിട്ടുമോ, വസ്തുക്കൾ കിട്ടുമോ, പുരയിടം കിട്ടുമോ, ഭാര്യയെ കിട്ടുമോ, മക്കളെ കിട്ടുമോ, ദാസിദാസന്മാരെ കിട്ടുമോ, ഒട്ടകം കിട്ടുമോ, ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഒന്നുമില്ലായ്മയിൽ നിന്ന്, തൻ്റെ ഇല്ലാഴികയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവത്തോട് അദ്ദേഹം എടുത്തൊരു പ്രതിഷ്ഠയാണ്, എനിക്ക് ലഭിക്കുന്ന സകലതിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും. കണ്ടീഷൻ: ഞാൻ പോകുന്ന വഴിയിൽ അങ്ങെന്നെ പരിപാലിക്കണം, അങ്ങെന്നെ കാത്തു സൂക്ഷിക്കണം, അങ്ങൻ്റെ വസ്ത്രവും ആഹാരവും ഷെൽട്ടറും തന്ന് എന്നെ പാലിക്കണം. ഈ കണ്ടീഷൻ അങ്ങ് ചെയ്താലും ഞാൻ ഇത് ചെയ്തു കൊള്ളാം. കഴിഞ്ഞ രാത്രിയിൽ യഹോവയായ ദൈവം അവനോട് സത്യം ചെയ്ത് ഇത് തന്നെ, ഞാൻ നിന്നെ പരിപാലിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവരും, അതിനകത്ത് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഉണ്ട്. അവനെ വാഗ്ദത്തം ദൈവത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചു. ദൈവത്തെ നന്ദിയോടെ ഒന്ന് ആരാധിക്കാൻ തീരുമാനിച്ചു. ആരാധനയുടെ ഭാഗമായി മാത്രവുമല്ല, തൻ്റെ പിതാവായ അബ്രഹാം ദൈവസന്നിധിയിൽ എടുത്തിരുന്ന ആ പ്രമാണത്തിന് തക്കവണ്ണം ഒരു നീണ്ട വാചകം പറഞ്ഞ് ദൈവത്തിന് ദശാംശം കൊടുക്കുവാൻ ഒരു ഉടമ്പടി ചെയ്തു. ഇവിടെയും ഇതൊരു കൽപ്പനയിലല്ല. മോശയുടെ കൽപ്പന വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ, എത്രയോ തലമുറകൾക്ക് മുൻപേ ദൈവത്തോട് അടുത്തു വന്ന രണ്ട് പിതാക്കന്മാർ ദൈവസന്നിധിയിൽ ദശാംശത്തിൻ്റെ ഉടമ്പടിയും ഒരു വ്യക്തി പ്രായോഗികതയും കാണിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ ദശാംശത്തിൻ്റെ ആരംഭത്തിങ്കിൽ അതൊരു ഉപദേശമായിരുന്നില്ല, അതൊരു ദൈവിക നിയോഗവും കൽപ്പനയും ആരാധനയുടെ ഭാഗവുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം: യാക്കോബ് താൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. തുടർന്ന് കാലങ്ങൾക്ക് ശേഷം ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ മോശ മുഖേന യാക്കോബിൻ്റെ കൊച്ചുമക്കളാകുന്ന ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ, അബ്രഹാമിൻ്റെ കൊച്ചുമക്കൾക്ക് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞ സന്തതിക്ക്, വാഗ്ദത്ത സന്തതിക്ക്, യാക്കോബിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിക്ക്, വാഗ്ദത്ത സന്തതിക്ക് ചില നിയമങ്ങൾ താൻ കൊടുക്കുകയും ആ നിയമത്തിൽ തൻ്റെ ദശാംശം നിർബന്ധമായി പറയുകയും ചെയ്തു. അവിടെ മുതൽ പഴയ നിയമം മുഴുവനും ഇതൊരു കൽപ്പനയായിരുന്നു. ഇതിൻ്റെ ആരംഭത്തെങ്കിൽ ഇതൊരു കൽപ്പനയല്ല, ഇതൊരു ഉടമ്പടിയാണ്, ദൈവിക വെളിപ്പാടാണ്, ആരാധനയുടെ ഭാഗമാണ്. അങ്ങനെയായിരുന്നു. എന്നാൽ ഇതിന് ശേഷം ദൈവം ഇതൊരു കൽപ്പനയാക്കി മാറ്റി. തുടർന്ന് ദൈവം മോശ മുഖേന യാക്കോബിൻ്റെ കൊച്ചുമക്കളാകുന്ന ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ സകലത്തിലും ഉള്ളതെല്ലാം ദശാംശം തന്നിരിക്കണം എന്ന് ദൈവം പറയുന്നു. ഏതെങ്കിലും സമയത്ത് കൊടുക്കാതെ ഇരുന്നാൽ 1/5 ചേർത്ത്, അതായത് ഒരു സീസണിൽ കൊടുക്കേണ്ട ദശാംശം ആ സീസണിൽ കൊടുക്കാൻ കഴിയാതെ വന്നാൽ, അല്ലെങ്കിൽ ആ വർഷം കൊടുക്കാൻ കഴിയാതെ വന്നാൽ, ആ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ആകുമ്പോൾ 1/5, അതായത് 20% കൂടെ ആ ദശാംശത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇന്ന് പുതിയ നിയമത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കൂട്ടുപലിശയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ മോറിസ് സെർലോയും ഞാനും തമ്മിൽ ഒരു ചില കറസ്പോണ്ടൻസ് ഒക്കെ ഉണ്ടായി. ഡോക്ടർ മോറിസ് സെർലോ എന്നോട് ഒരു തുക അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ആവശ്യം, വലിയ തുകയൊന്നുമല്ല, ഒരു $20 അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തോ അന്നത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ സ്തോത്ര കാഴ്ച പിരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കവറിനകത്ത് കുറച്ച് പണമിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും കൂടെ എഴുതി, ഇന്നയാണ്ട് ഇന്ന മാസം ഇത്രാം തീയതി നിങ്ങൾ എനിക്ക് അയച്ചിരുന്ന ഒരു കത്തിനകത്ത് ഒരു $20 നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്കത് തരുവാൻ കഴിഞ്ഞില്ല.
എന്നാൽ ഇന്ന് $20 അല്പം കൂടെ കൂടുതൽ തരുവാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതുകൊണ്ട് തരുന്നുവെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ ഒരു കവറിനകത്താക്കി ഒരു ലെറ്ററും അദ്ദേഹത്തിന് വേണ്ടി എഴുതി. സത്യത്തിൽ ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ചാണ് ആ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. ഞാൻ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറേ ചില്ലറ നാണയങ്ങളുണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ ചില്ലറ നാണയങ്ങൾ മറ്റൊരു രാജ്യത്ത് കൊണ്ടെന്നാൽ മാറിയെടുക്കുന്നത് എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു, ഈ ചില്ലറ നാണയങ്ങൾ കൂടെ ഈ നോട്ടുകളുടെ കൂട്ടത്തിൽ പോകട്ടെ എന്ന് വിചാരിച്ച് ആ കവറിനകത്ത് ചില്ലറ നാണയം വരെ ഇട്ടു. എൻ്റെ ഭാര്യയ്ക്കൊരു തോന്നലുണ്ടായി, അവക്കും മോറിസർലോയുടെ ഒരു സ്തോത്ര കാഴ്ച കൊടുക്കണം എന്ന് തോന്നി. ഞങ്ങൾ എൻ്റെ ഭാര്യയും സഹകരിച്ചു. അവളും ഒരു സെപ്പറേറ്റ് കവർ എടുത്ത് അതിനകത്തിട്ടു. ഞാൻ ആ യാത്ര കഴിഞ്ഞ് ഇന്ത്യയിൽ മടങ്ങി വന്നപ്പോൾ മോറിസർലോയുടെ ഒരു ലെറ്ററും ഒരു രസീതും കൂടെ വന്ന് കിടപ്പുണ്ട്. അദ്ദേഹം എഴുതിയിരുന്നത് എങ്ങനെയാണ്: വർഗീസ്, നിങ്ങൾ ഇട്ടിരുന്ന ദശാംശം അല്ലെങ്കിൽ നിങ്ങൾ തന്ന പൈസ എത്രയാണെന്ന് നിങ്ങൾ തന്നെ എണ്ണിക്കാണാൻ മാർഗമില്ല. കാരണം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ചില്ലറകൾ നിങ്ങൾ വാരിയിട്ടത് കണ്ടു. ബ്രദർ, ദൈവത്തിൻ്റെ വചനപ്രകാരം തക്ക സമയത്ത് ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. ദശാംശം കൊടുക്കുവാൻ കഴിയാതെ വന്നാൽ അത് കൊടുക്കുന്ന സമയത്ത് 1/5, അതായത് 20% പലിശ സഹിതം കൊടുക്കണം എന്നാണ് പ്രമാണം. നമുക്ക് ആ വാക്യം വായിക്കാം. അങ്ങനെ നീ ഇത്ര വർഷമായി തന്നിട്ടില്ല, അത്രയും വർഷത്തെ കൂട്ടുപലിശയായി വരുമ്പോൾ നീ തന്ന തുക എക്സാക്ട്ലി 5% കൂട്ടുപലിശ ചേർത്താണ് തന്നിരിക്കുന്നത്. ഭാവിയിൽ ന്യായാധിപപീഠത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നിന്നെ കുറ്റക്കാരനായി പിടിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. നമ്മുടെ ബന്ധം തുടരട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നിത്യാദികൾ അദ്ദേഹം എഴുതിയിരുന്നു. ഇസ്രായേലിന് ഇതൊരു നിയമമായി കൊടുത്തു. ലേവ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 27-ാം അധ്യായം 30-31 വാക്യങ്ങൾ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതെങ്കിലും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 1/5 ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ, ആടാകട്ടെ, കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ഇവിടെ ഒന്നുകൂടെ നോക്കണേ: നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ഒടുവിൽ പറഞ്ഞു, മാടാകട്ടെ, ആടാകട്ടെ. അത് 30-ാമത്തെ വാക്യം. 32-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മാടാകട്ടെ, ആടാകട്ടെ, കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. ലൈഫ് സ്റ്റോക്ക്, അതിനെയാണ് കോലിൻ കീഴിൽ പോകുന്നതെന്ന് പറയുന്നത്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള മൃഗസമ്പത്തുകൾ മുഴുവനും. ആദ്യത്തെ വാക്യത്തിൽ ഭൂമിയുടെ കൃഷിഫലം മുഴുവനും, അന്നത്തെ ആകെ വരുമാനം എന്ന് പറയുന്ന അതാ. അതിനകത്ത് മുഴുവനും യഹോവയ്ക്ക് ദശാംശം കൊടുക്കണം. ആരെങ്കിലും കൊടുക്കാതെ പോയാൽ 20% ചേർത്ത് കൊടുക്കണം, 1/5 ചേർത്ത് കൊടുക്കണം എന്നത് ഒരു പ്രമാണമായി ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സകലത്തിലും ദശാംശം വേണമെന്ന് പറഞ്ഞത്? സകലത്തിലും. നല്ലതെന്നോ തീയതെന്നോ നീ നോക്കരുത്, നല്ലതുപോലും തീയതുപോലും അതിനകത്ത് നീ ദശാംശം കൊടുത്തേക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ നല്ലതെന്നോ തീയതെന്നോ നോക്കാതെ ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞത്? യാക്കോബ് പറ്റിച്ച വേലയാ. അദ്ദേഹമാണ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തത്. എനിക്ക് കിട്ടുന്ന സകലതിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും. എന്തൊക്കെ കിട്ടും എന്നറിഞ്ഞുകൂടായിരുന്നു. ഇനിയും അടുത്തതായിട്ട് പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഈ ഈ ദശാംശത്തിൻ്റെ ഉപയോഗക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ഇതിനെക്കുറിച്ച് പലരും കമൻറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവ് കാണത്തില്ല. ഈ ദശാംശത്തിൻ്റെ ഉപയോഗക്രമങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇസ്രായേൽ ഉപയോഗിച്ചു വരുമ്പോൾ ഇത് എന്തിനെല്ലാം ഉപയോഗിച്ചുവെന്ന്. ഒന്ന്, പുരോഹിതന്മാരുടെ ആഹാരത്തിന് ഉപയോഗിച്ചു. ഒന്നാമതായി അവർ ചെയ്തത് പുരോഹിതന്മാരുടെ ആഹാരത്തിന്. ഞാൻ വാക്യങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്തോളാം. 2, ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്കും ചെലവിനുമായി ഇതിനെ ഉപയോഗിച്ചു. 1, പുരോഹിതന്മാരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ഭക്ഷണത്തിന് വേണ്ടി. 2, ദേവാലയത്തിലെ സകല ആവശ്യങ്ങൾക്കുമായി ഇതിനെ ഉപയോഗിച്ചു. 3, മറ്റൊരു കാലഘട്ടം വന്നപ്പോൾ, ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു, വേറൊരു കാലഘട്ടത്തിൽ ഇനിയും പറയാൻ വരുന്നതാണ്. മറ്റൊരു കാലഘട്ടം വന്നപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അനാഥനും വിധവയ്ക്കും പരദേശികൾക്കും വന്നു പാർക്കുന്നവർക്കും ഇങ്ങനെ ആഹാരത്തിന് വകയില്ലാത്തവരുടെ ആഹാരത്തിന് വേണ്ടി ഇതിൽ നിന്നൊരു ഭാഗം ഉപയോഗിക്കാമെന്ന് ദൈവം അനുവദിച്ചു. ഇനിയും മറ്റൊരു കാലഘട്ടത്തിൽ, ഇനിയും വേറൊരു സാഹചര്യത്തിൽ ഇസ്രായേലൊക്കെയും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുകയും അന്നവർ ഒരുമിച്ച് ഒരാഹാരം കഴിക്കുകയും വേണമെന്നും ദശാംശം മുഴുവനും സ്വമേധാദാനങ്ങൾ മുഴുവനും
മറ്റു ദാനങ്ങളും അവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത്, അതായത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ജനം ചേർന്ന് ഭക്ഷിച്ച് പാനം ചെയ്യണം. അതിൽ ദശാംശം ഉപയോഗിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തു. ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ ഉപയോഗങ്ങൾക്ക് വേണ്ടി ദശാംശം ഉപയോഗിച്ചു കൊള്ളുവാൻ ദൈവം അനുമതി കൊടുത്തു. പക്ഷെ ഒരിക്കലും കൊടുക്കണ്ട എന്നൊരു പദം ദൈവം കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഇതൊരു കൽപ്പനയായി മാറി. പഴയ നിയമത്തിൽ അങ്ങനെ ഇതൊരു കൽപ്പനയായി മാറിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ അന്യദേശങ്ങളിൽ പരദേശികളായി പോയി. ഇടയ്ക്കിടയ്ക്ക് അവർ അന്യദൈവങ്ങളെ സേവിച്ചു, ദൈവത്തിങ്കൽ നിന്ന് പിന്മാറി. ഇടയ്ക്കിടയ്ക്ക് അന്യ രാജാക്കന്മാർ അവരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. ദൈവസാന്നിധ്യം കുറഞ്ഞു, ദൈവ ആരാധന കുറഞ്ഞു. ആ സാഹചര്യങ്ങളിൽ പലപ്പോഴും ദശാംശവും നിന്നുപോയി. യഹോവയ്ക്ക് ദശാംശം കൊടുക്കുവാൻ വാങ്ങുവാൻ ആരുമില്ലാതായി, ദശാംശം കൊടുക്കുവാൻ ആരുമില്ലാതെയായി. അങ്ങനെ ദശാംശങ്ങൾ നിന്നുപോയി. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച് അവരെ യഥാസ്ഥാനപ്പെട്ടപ്പോൾ, ജാതികളുടെ കയ്യിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെട്ടപ്പോൾ, അന്യദൈവസേവയിൽ നിന്ന് അവർ മടങ്ങി വന്ന് സത്യദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, റിസ്റ്റോറേഷൻ നടന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ദശാംശവും തിരിച്ചു വന്നു. കാരണം ഇതവരുടെ കൽപ്പനയായിരുന്നു. 2 ക്രോണിക്കൽസ്, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാൻ ഇതിനൊരു ഉദാഹരണമായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിസ്കിയ രാജാവ് ചെയ്ത കാര്യങ്ങളാണ്. ഹിസ്കിയ രാജാവ് ഒരു കൽപ്പന കൊടുത്തു, ദേശത്തുള്ള അന്യദൈവങ്ങളെ മുഴുവനും നീക്കിക്കളയണം. കാര്യം ജനം തകർന്നു, അവർ ദൈവകൃപയിൽ നിന്ന് മാറി, അന്യദൈവങ്ങളെ സേവിച്ചു, സത്യാരാധന നിന്നു, കുറഞ്ഞുപോയി. ആകയാൽ അവയെ നീക്കം ചെയ്ത് സത്യാരാധന പുനഃസ്ഥാപിക്കേണ്ടതിനു വേണ്ടി പുരോഹിതന്മാർക്ക് സഹിതം ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുവാൻ ഒക്കെ ഹിസ്കിയ രാജാവ് ഒരു കൽപ്പന കൊടുത്തു. 2 ദിനവൃത്താന്തം 31-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ. ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യ ഫലം വളരെ കൊണ്ടുവന്നു. എല്ലാറ്റിൻ്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. 6-ാം വാക്യം. യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേല്യരും യഹൂദ്യരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശം തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരുന്ന നിവേദ്യ വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടി. ആടിനെയും മാടിനെയും കൂമ്പാരമായി കൂട്ടിയെന്നല്ല, അവയെ ഒരുമിച്ച് നിർത്തി. അവിടുത്തെ വിത്ത് വിതരണങ്ങളിൽ കോതമ്പ്, യാവം മുതലായി സകല വിത്തുകളും കൊണ്ടുവന്ന് അവരുടെ എല്ലാവിധ കൃഷി വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരങ്ങളായി കൂട്ടി. 7-ാമത്തെ വാക്യത്തിൽ 3-ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടി തുടങ്ങി, 7-ാം മാസം വരെ അത് തുടർന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷ 3-ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടി തുടങ്ങി, 7-ാം മാസത്തിൽ തീർന്നു. നിശ്ചയമായും പണം വന്നിട്ടുണ്ട്, ധാന്യങ്ങൾ വന്നിട്ടുണ്ട്. കൂമ്പാരമായി കൂട്ടാവുന്നതൊക്കെയും അവർ കൂമ്പാരമായി കൂട്ടി, കൂട്ടമായി നിർത്താവുന്നതിനെ അവർ കൂട്ടമായി നിന്നു. 3-ാം മാസം മുതൽ 7-ാം മാസം വരെ 3, 4, 5, 6, 7 5 മാസങ്ങൾ അവർ സംഭരിച്ചു. ഏതാണ്ട് 1/2 വർഷത്തോളം അവർ സംഭരിച്ചു. ഇത് കണ്ട് ദേശജനങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചു. ദശാംശം വർദ്ധിച്ചപ്പോഴും അത് ആരാധനയുടെ ഭാഗമായി മാറി. അവർ ദൈവത്തെ സ്തുതിച്ചു. പഴയ നിയമത്തിൻ്റെ അവസാന കാലമാകുമ്പോഴത്തേക്ക് മലാക്കിയുടെ പ്രവചനത്തിൽ വരുമ്പോൾ, ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്ക് ധാരാളമായി നന്മകൾ തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നെ ഇതിനാൽ പരീക്ഷിപ്പിനെന്നും, ദശാംശം മുഴുവനും കൊണ്ടുവരാത്തവൻ ജനത്തിൻ്റെ മേൽ ശാപം വരുത്തി വെക്കുന്നവനാകുമെന്നും നേരത്തെ പറഞ്ഞു. മലാക്കിയുടെ കാലമാകുമ്പോഴത്തേക്ക് സ്ഥിതിഗതികൾ മാറി തുടങ്ങി. വീണ്ടും അന്ധകാര യുഗത്തിലേക്ക് തിരിയാൻ പോകുകയാണ്. പ്രവചന ശബ്ദം ഏറെക്കുറെ മങ്ങിത്തുടങ്ങി. വചനം ദുർബലമായിരുന്ന ഒരു കാലത്തൂടെ നമ്മൾ വരികയാണ്. ആ കാലമാകുമ്പോൾ യഹോവയായ ദൈവം മലാക്കി പ്രവാചകൻ മുഖേന ഒന്നുകൂടെ ജനത്തെ ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, ദശാംശം മുഴുവനും കൊണ്ടുവരാത്തവൻ ജനത്തിൻ്റെ മേൽ ശാപം കൊണ്ടുവരുന്നവനാ. ദശാംശത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവരുന്നവന് ശാപമാണ് കൊണ്ടുവരാത്തവനും അതുതന്നെ. ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുപോവാ. ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ അന്യജാതിക്കാരെയും അല്ല, അന്യജീവികളെയും ക്ഷുദ്രജീവികളെയും ശാസിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുന്നതായി കാണാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. പൂർണ്ണ ഗൗരവത്തോടെ കേട്ടാലും. മലാക്കിയുടെ ലേഖനം 3-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു.
എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ദശാംശം പോലെ തന്നെ പ്രാധാന്യമാണ് വഴിപാട് ഇവിടെ വരുമ്പോൾ. അത് ഞാൻ ഇപ്പം തൊടുന്നില്ല. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കാലഘട്ടത്തിൽ ആലയത്തിലെ ആഹാരത്തിന് വേണ്ടി ഇതിലൊരു ഭാഗം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം ഇനി താണിറങ്ങുക മനുഷ്യനോട് വാതുകെട്ടാൻ. നിങ്ങൾ എനിക്ക് ദശാംശം താ. കാര്യം അബ്രഹാമുമായിട്ടുള്ള വ്യവസ്ഥ ഏതാ? യാക്കോബുമായിട്ടുള്ള വ്യവസ്ഥ ഏതാ? നിങ്ങൾ വ്യവസ്ഥയിൽ നിൽക്കുന്നില്ലെങ്കിൽ ഈ ജാതിക്ക് കിട്ടേണ്ട യാതൊരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്ന് കാണേണ്ടതിന് നിങ്ങൾ ആ ദശാംശം മുഴുവനും ആലയത്തിൽ കൊണ്ടുപോവാ. എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാനല്ല പറഞ്ഞത്, ആലയത്തിൽ കൊണ്ടുപോവാ. ഞാൻ വെട്ടിക്കിളിയെ 11-ാം വാക്യത്തിൽ ഞാൻ വെട്ടിക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയെയും ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. പലർക്കും ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുന്ന പലതുമുണ്ട്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം ഇന്ന് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നിച്ചു പറഞ്ഞു, എൻ്റെ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എക്സ്ട്രാ സ്മാർട്ട്. ക്യാമ്പസ് സിലക്ഷൻ നടന്നു. അവൻ്റെ ഗ്രാജുവേഷൻ ലെവലിൽ ക്യാമ്പസ് സിലക്ഷൻ നടന്നു. നല്ല ജോലിക്ക് അവന് ഓഫറും ലഭിച്ചു. പക്ഷേ കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ഞങ്ങളുടെ ബിസിനസ് എല്ലാം പൊട്ടി. ആ ബിസിനസ് പൊട്ടിയ കൂട്ടത്തിൽ മോനൊരു ചെറിയ രോഗം വന്നു. അതുകൊണ്ട് ആ പറയപ്പെട്ട ദിവസം പോയി ജോയിൻ ചെയ്യാൻ ഒക്കാതെ വന്നു. ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ ചോദിച്ചു ടൈമിന്. അവർ എക്സ്റ്റൻഷൻ കൊടുക്കാതെ മോനെ പറഞ്ഞു വിട്ടു. ഇന്നുവരെ അവന് പ്രോപ്പറായി ഒരു ജോലി ആയിട്ടില്ല. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞു. എൻ്റെ ഒരു മകൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞങ്ങളുടെ ആ നല്ല കാലത്തൊക്കെ അവൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു. ഇന്ന് കിട്ടിയ ശമ്പളത്തിൽ ഒരു കൊച്ചു ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ബിസിനസ് പൊട്ടിയതുകൊണ്ട് കടം തന്നെ ധാരാളമാണ്. പലിശ കൊടുക്കാൻ ഞങ്ങളുടെ പണമില്ലാതെയായി. ഭയന്നിട്ട് വീട്ടിൽ കയറാൻ കഴിയുന്നില്ല. ആരെങ്കിലും വന്ന് കാശ് ചോദിക്കാൻ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. ഒറ്റയടി പൊട്ടിയതാ. ഫലം കായ്ക്കുന്ന പരുവത്തിന് മൂക്കാതെ പൊഴിഞ്ഞു. ഇസ്രയേലിനോട് പറയുമ്പോൾ അവരുടെ അത്തിയുടെയും മുന്തിരിക്കത്തിൻ്റെയും കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഓർക്കുന്നുണ്ട്, കുരുമുളക് കൃഷി ധാരാളം ഉണ്ടായിരുന്ന നമ്മുടെ വയനാടൻ പ്രദേശങ്ങളിൽ ഒരിടത്ത് ഒരു സഭയുടെ പാസ്റ്റർ അവരുടെ സഭയിലുള്ളവരുടെ കുരുമുളക് തോട്ടത്തിൽ ചെന്ന് ചരട് പൊഴിച്ച് കളയുന്ന സമ്പ്രദായം നിർത്തട കുരുമുളക് എന്ന് പറഞ്ഞ് കുരുമുളകിനെയും ആ മരത്തെയും അനുഗ്രഹിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ആ പുരയിടങ്ങളിലൊക്കെ കുരുമുളക് കായ്ച്ചതും എനിക്കറിയാം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഫലം മൂക്കാതെ പൊഴിഞ്ഞു പോകുന്നത് നിൽക്കേണ്ടതിന് നീ ദശാംശം തന്ന് നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥയൊന്ന് പുതുക്കി നോക്ക്, ഞാൻ ചെയ്യുമോ ഇല്ലയോ എന്നറിയാം എന്ന് പറയുന്നതായി കാണാം. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കൽ, 12-ാം വാക്യമോ, നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇനി ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ചില വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലേവ്യർക്ക് വേണ്ടിയിട്ട് ദൈവം ആദ്യമേ ഇത് കൊടുത്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ ദൈവം ഇത് ലേവ്യർക്ക് കൊടുത്തിരുന്നു. നമ്പേഴ്സിൻ്റെ പുസ്തകം, സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രയേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ദശാംശം മുഴുവനും, എല്ലാം എന്നാണ് പറഞ്ഞത്. അവിടെ വിധവയ്ക്ക് പങ്കില്ല, നാട്ടുകാരന് പങ്കില്ല, വന്നു പാർക്കുന്നവന് പങ്കില്ല. ആ ഒരു കാലഘട്ടത്തിൽ ദൈവം ലേവ്യർക്ക് വേണ്ടി മാത്രമായി ഇതിനെ കൊടുത്തു. ലേവ്യൻ്റെ വേലയുടെ കൂലിയല്ല, ലേവ്യൻ്റെ സമർപ്പണത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും മുമ്പിലുള്ള ജനത്തിൻ്റെ ആദരവും ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ള അംഗീകാരവുമായത് അത് ലേവ്യർക്ക് കൊടുത്തു. ഇനിയും ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ, അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദരാചർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധദാനങ്ങൾ, നിങ്ങളുടെ ആടുകളുടെയും മാടുകളുടെയും കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം. എവിടെ? ആണ്ടിലൊരിക്കൽ ഇസ്രായേൽ ജനം ഒരുമിച്ച് ദൈവം മുമ്പിൽ വന്നുകൂടണം.
അവർക്ക് തോന്നി എവിടെങ്കിലും ഒരിടത്ത് വന്നുകൂടാൻ വേണ്ടിയല്ലേ യഹോവയായ ദൈവം വിളിച്ചു വരുത്തുന്ന ഇടത്ത്, അതായത് ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ. ഞാൻ പുതിയ നിയമ അർത്ഥത്തിലേക്ക് ഇപ്പോഴേ ഒരു വിരൽ ചൂണ്ടട്ടെ. ദൈവം ഓരോരുത്തരെ ഓരോ സഭകളിലാക്കി അവിടെ എവിടെ നിന്ന് ദൈവവചനം എന്ന ആഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നുവോ, ദൈവവചനം എന്ന പാനീയം നിങ്ങൾക്ക് ലഭിക്കുന്നുവോ, അവിടെ നിങ്ങളുടെ സ്പിരിച്വൽ നറിഷ്മെന്റ് നടക്കുന്നതായ അവിടെ തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂടണം. നിങ്ങൾ അവിടെ വരുമ്പോൾ എല്ലാ ഉദർച്ചർപ്പണങ്ങളും എല്ലാ ദശാംശവും എല്ലാ യാഗവസ്തുക്കളും അവിടെ തന്നെ കൊണ്ടുവരണം. അവിടെ നിങ്ങളുടെ 7-ാം വാക്യത്തിൽ അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേർന്ന് ആരാധിക്കണം. ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് അവിടെ വെച്ച് നിങ്ങൾക്കിത് ഭക്ഷിക്കാം. ഇത് എല്ലാവരുടെയും കൂടെ പൊതു ഉപയോഗത്തിനായിത്തീരും ആ ഒരു സ്ഥലത്ത്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം, ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് തിന്നേണം. അവൻ്റെ സന്നിധിയിൽ ഭക്ഷിച്ച് അവനെ ആരാധിക്കണം. അത് ആരാധനയുടെ ഒരു ഭാഗമായി മാറും. എനിക്ക് തോന്നുന്നത് പഴയ നിയമത്തിൽ ഇതൊരു കൽപ്പനയായി മാറുന്നത് വരെയുള്ള ചരിത്രം ഞാൻ എടുത്തു. ഒന്ന്, ഇതൊരു ദർശനമായിരുന്നു, ഇതൊരു വെളിപ്പാടായിരുന്നു, അബ്രഹാമിനെ ദൈവം ഏൽപ്പിച്ചു. 2, അതൊരു ആരാധനയുടെ ഭാഗമായിരുന്നു. അബ്രഹാം ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിച്ചു. അത് മൽക്കീസദേക്ക് അംഗീകരിച്ചു. മൽക്കീസദേക്ക് അബ്രഹാമിനെ തിരിച്ചനുഗ്രഹിച്ചു. ആരാധനയുടെ ഭാഗമായി തന്നെ അപ്പവും വീഞ്ഞും മൽക്കീസദേക്ക് അബ്രഹാമിന് കൊടുത്തു. പുതിയ നിയമ ആരാധനയോട് വളരെ ബന്ധപ്പെടുന്നുണ്ടെന്ന് മറക്കരുത്. കാലത്തിൻ്റെ പോക്കിൽ യാക്കോബ് ഈ പ്രമാണം ദൈവവുമായി ഉറപ്പിച്ചു. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ യാക്കോബിൻ്റെ സ്വന്തമാക്കേണ്ടതിന് തനിക്ക് വെളിപ്പെട്ട യഹോവയ്ക്ക് യാക്കോബ് നിയമിച്ചു കൊടുത്തു. അവിടെ തന്നെ എടുത്തു പറഞ്ഞ ഒരു പ്രത്യേക പദപ്രയോഗമായിരുന്നു, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ ദശാംശം തരും. അബ്രഹാം അത് കാണിച്ചതായിട്ട് എനിക്ക് അറിവില്ല, തനിക്ക് ലഭിച്ചതില്ലെന്നൊക്കെ കൊടുത്തു കാണും. എന്നാൽ പദം എടുത്തു പറയുന്നില്ല. യാക്കോബ് എനിക്ക് ലഭിക്കുന്നതിലെല്ലാം. തുടർന്ന് അവരുടെ മക്കളായ ഇസ്രായേലിനോട് യഹോവ പറഞ്ഞു, ഞാനൊരു നിയമമാക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്ന സകലത്തിലും നിങ്ങളത് പാലിക്കണം. ഇത് പുരോഹിതന്മാർക്കുള്ളതാകണം. ഇതിനകത്തുനിന്നൊരു ഭാഗം കാലഘട്ടങ്ങളിലായി, കാലങ്ങളുടെ വ്യത്യാസത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ മുഖേന യഹോവയാം ദൈവം അരുളി ചെയ്തതുപോലെ ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കേണ്ടതിന്, ആലയത്തിലെ ദൈനംദിനമായ ആരാധനകളുടെ മെയിൻ്റനൻസിന് വേണ്ടി, ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ആവശ്യത്തിന് വേണ്ടി, ആലയത്തിൻ്റെ എക്സ്റ്റൻഷൻ വർക്കിന് വേണ്ടി, ഇങ്ങനെ പലതിനു വേണ്ടി അവർ സ്വമേധദാനങ്ങളും ദശാംശങ്ങളും ഉപയോഗിപ്പാൻ ദൈവം അനുവദിച്ചു. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്, ചില കാലഘട്ടങ്ങളിൽ ദശാംശം നിന്നുപോയി. കാര്യം, ജനം ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു. അതിന് തക്ക ശിക്ഷയും ദൈവം കൊടുത്തു. അതോടെ ദശാംശം നിന്നുപോയി. ദശാംശം നിന്നുപോയ കാലത്ത് രാജാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയും അവർ ആരാധന റിസ്റ്റോർ ചെയ്യുകയും ദശാംശം മടങ്ങി വരികയും ചെയ്തു. ഒടുവിൽ മലാഖിയിൽ പറഞ്ഞു, ആലയത്തിൽ മുഴുവനുമായി കൊണ്ടുവന്ന് കൊടുക്ക്, ഞാൻ എൻ്റെ ദൈവമായ യഹോവയാകുന്നുവെന്ന് എന്നെ പരീക്ഷിച്ചറിഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ പഴയ നിയമത്തിൽ പ്രമാണമായി അസ്തമിച്ചു. ഇനി നമുക്ക് പുതിയ നിയമസഭയിലെ ദശാംശത്തിന്റെ പ്രമാണം എന്താണെന്ന് നോക്കാം. പുതിയ നിയമത്തിൽ പ്രധാനമായും ഈ ആശയം സംസാരിച്ചു തുടങ്ങുന്നത് വിശുദ്ധ പൗലോസാണ്. അബ്രഹാം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഒരുപോലെ സഭാപിതാവാണ്. അബ്രഹാമിനുണ്ടായ ആ ദർശനവും വെളിപ്പാടും, അബ്രഹാം ദൈവത്തോട് കാണിച്ച വിധേയത്വവും, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി അംഗീകരിക്കുന്ന പുതിയ നിയമസഭയ്ക്ക് ഒരിക്കലും കുറയ്ക്കുവാൻ, മാറ്റിക്കളയുവാൻ അനുവാദമില്ല. ഉണ്ടെങ്കിൽ ആരധികാരം തന്നു. മാത്രവുമല്ല, വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി വിശദീകരിക്കുന്ന ആ മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയും അപ്പവും വീഞ്ഞും നൽകുകയും ചെയ്തതായി വായിക്കുന്നു. പുതിയ നിയമസഭയ്ക്ക് ഇത് ബാധകമാണ് എന്ന് വ്യക്തമാകുന്നു. 1, യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യനാണ് ഇത് വാങ്ങിയത്. 2, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമാണ് ഇത് കൊടുത്തത്. അബ്രഹാം ഇത് കൊടുക്കുമ്പോൾ ലേവി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ദശാംശം വാങ്ങുന്നയാൾ.
പൗരോഹിത്യത്തിൻ്റെ പ്രധാനിയായ ആൾ അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ ആത്മിക കടിപ്രദേശത്ത് അന്ന് ഞാനും ഉണ്ടായിരുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. സകല വിശുദ്ധന്മാരും വിശ്വാസികളും ഉള്ളതിനാൽ പുതിയ നിയമസഭ മൊത്തം അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത്, ആത്മീയ കടിപ്രദേശത്ത് അന്നുണ്ടായിരുന്നതിനാൽ നമുക്ക് ആ നിയമത്തിൽ നിന്ന് മാറുവാൻ കഴിയുന്നതല്ല. എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒരു പ്രാവശ്യം വായിച്ചതാണ്. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റു അനുഗ്രഹിച്ചു. 1, മൽക്കീസദേക്കാണ്, യേശുവിൻ്റെ പ്രതിനിധിയാണ്. 2, അദ്ദേഹം അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അബ്രഹാം ദൈവത്തിന്, മൽക്കീസദേക്കിന് സകലത്തിലും 10-1 കൊടുത്തു. പക്ഷേ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതിൽ ഒന്നും ദൈവത്തിൻ്റെ പ്രതിനിധിയായ ശാലേം രാജാവിന് ഭക്ഷിക്കേണ്ടതിനല്ല, എന്തോ ഉപയോഗത്തിനു വേണ്ടി സ്റ്റോർ ഹൗസിലേക്ക് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ ചോദിച്ചിട്ടല്ല അവന് കൊടുത്തത്. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ രാജാവുമെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭമില്ല, ജീവ അവസാനമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. എന്നേക്കും പുരോഹിതനായിരിക്കുന്നവന്, ദൈവപുത്രന് സദൃശനായവന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കൊടുക്കുമ്പോൾ ഞാനും നിങ്ങളും പുതിയ നിയമസഭയും അബ്രഹാമിൻ്റെ ആത്മീക കടിപ്രദേശത്തുണ്ടായിരുന്നുവെങ്കിൽ നാം ഈ നിയമം മാറ്റുവാൻ കഴിയുന്നത് എങ്ങനെ? ഇത് സംസാരിക്കുന്ന വിശുദ്ധ പൗലോസാണെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രധാന കാരണത്താൽ തന്നെ ഈ ഉപദേശത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നു. 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടവനും പുതിയ നിയമത്തിന് ആവശ്യമുള്ള ഉപദേശങ്ങൾ ആ സ്വർഗീയ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവത്തോട് ഏറ്റുവാങ്ങിയവനും ദൈവസഭയ്ക്ക് അത് പകർത്തി തന്നവനുമായ അതിപ്രധാന ഉപദേഷ്ടാവായിരുന്ന പൗലോസ് ഇതിനെ ദശാംശത്തോടും പുതിയ നിയമത്തിലെ ദശാംശത്തോടും തന്നെ ഉപമിച്ച് പഠിപ്പിക്കുന്നു. മറക്കണ്ട, ദൈവത്തിന് പഴയ നിയമസഭയ്ക്ക് വേണ്ടി നിയമം കൊടുക്കേണ്ടി വന്നപ്പോൾ ദൈവം മോശയെ ഒരു മലമുകളിൽ കയറ്റി. ബേസിക്കലി മോശയ്ക്ക് മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനാകുവാനുള്ള അവസരം കൊടുത്തു. രാജകീയ പദവിയിൽ ജീവിക്കുവാനും ലോക സംസ്കാരങ്ങൾ പഠിക്കുവാനും കൃപ കൊടുത്തു. അതിനുശേഷമാണ് മറ്റാരും തൊടാതെ, മൃഗമെങ്കിലും മനുഷ്യരെങ്കിലും തൊടാതെ ഒരു പർവ്വതത്തിൽ അദ്ദേഹത്തെ ഒറ്റയ്ക്കിരുത്തി ദൈവസാന്നിധ്യം വെളിപ്പെടുത്തി ആ 40-ാമത്തെ ദിവസം സാന്നിധ്യത്തിൽ കുതിർന്നു നിൽക്കുന്ന അവസ്ഥയിൽ ഇറങ്ങി വന്നാണ് പച്ച തിളങ്ങുന്നതായ ആ പച്ച ചുവടുള്ളതായ ആ സ്ഥലത്ത് നിന്നുകൊണ്ട്, പച്ച വെളിച്ചത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, അങ്ങനെയാണ് മിഷ്മോത്തുകൾ പറയുന്നത്, മിഷ്രാദുകൾ പറയുന്നത്. യഹൂദന്റെ ചരിത്രത്തിൽ അവിടെയും ഇവിടെയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ പച്ച വെളിച്ചത്തിൻ്റെ നടുവിൽ നിന്ന് തൃക്കരം കൊണ്ട് എഴുതിയതായ അഗ്നിമയമായ പ്രമാണത്തിൽ ഈ ദശാംശം ചേർത്തിരിക്കെ പുതിയ നിയമസഭയ്ക്കും ഇത് ബാധകമത്രേ. അപ്പവീഞ്ഞുകൾ പുതിയ നിയമത്തിലെ തിരുമേശയെ കാണിക്കുന്നതും തിരുമേശ വരെയുള്ള ദൈവിക സംസർഗത്തിന് അംശികളാകുന്നവർക്ക് ഈ ദശാംശത്തിന്റെ പ്രമാണം പാലിക്കുന്നവർക്ക് മാത്രമാണെന്നും ഒരു സൂചന ഇവിടെ ലഭ്യമാകുന്നുണ്ട്. പഴയ നിയമത്തിലെ മൽക്കീസദേക്ക് വന്ന് അബ്രഹാമിന് അപ്പവീഞ്ഞുകൾ കൊടുത്തത് ദശാംശം കൊടുത്തവന് അപ്പവീഞ്ഞുകൾ കൊടുത്തു. പുതിയ നിയമത്തിൽ കർത്തൃമേശ എടുക്കുന്നവന്, ആരാധനയിൽ ദൈവസാമീപ്യം അനുഭവിക്കുന്നവൻ ദശാംശം കൊടുക്കുവാൻ കടംപെട്ടവനാണ് എന്നൊരു സൂചന. ഒരു പക്ഷേ അത് സൂചനയേക്കാൾ കൂടുതൽ അതൊരു ദൈവികമായ പ്രഖ്യാപനമായിരിക്കത്തില്ലേ? ഒന്ന് ഇളകി ചിന്തിക്കുന്നവർക്കായി സ്തോത്രം. അതൊരു ദൈവികമായ പ്രഖ്യാപനമായിരിക്കത്തില്ലേ? ഞാൻ ദശാംശത്തെക്കുറിച്ച് എൻ്റെ ചർച്ചിൽ പഠിപ്പിച്ചിരുന്നില്ല, ഇന്നും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലുള്ള ബൈബിൾ ക്ലാസ്സുകളിൽ തൊടുന്നുണ്ട്. കാര്യം വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നുവെന്ന് ആർക്കും തോന്നണ്ട. വിശുദ്ധ പൗലോസ് ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തും കൂടാരപ്പണി കഴിച്ചും സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുവാൻ അദ്ദേഹത്തെ ദൈവം അഭ്യസിപ്പിച്ചതുപോലെ കൃപയാൽ ഒരു സഭയ്ക്ക് അടിസ്ഥാനമിടുവാൻ, അല്ലെങ്കിൽ ഒരു ലോക്കൽ ചർച്ചിന് രൂപം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയനിൽ പ്രസാദിച്ചപ്പോൾ ഒരു ജോലി ചെയ്ത് പണമുണ്ടാക്കുവാൻ, ജീവസന്ധാരണത്തിനുള്ളത് ഉണ്ടാക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിൻ്റെ അർത്ഥം ഞാൻ മനുഷ്യനോടൊന്നും വാങ്ങിയിട്ടില്ല, അല്ല, വാങ്ങിയിട്ടുണ്ട്, ഉണ്ട്. എൻ്റെ സഭയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പക്ഷേ സഭ എന്നെ ഒരു ദിവസം സഹായിക്കാതെ വന്നാൽ, ലോകപ്രകാരം പറഞ്ഞാൽ, അതുകൊണ്ട് എനിക്കൊന്നും ബുദ്ധിമുട്ടില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്
അതായത് ഈ വിശദീകരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അബ്രഹാം തനിക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങിയും ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ദശാംശം മാറി. അതുപോലെ തന്നെ മൽക്കിസദേക്ക് ആ ആരാധന പൂരിപ്പിക്കേണ്ടതിനായി അപ്പവും വീഞ്ഞും അബ്രഹാമിന് കൊടുത്തു. പഴയ നിയമത്തിൽ ദശാംശത്തിന്റെ ഉപയോഗക്രമം സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പ്രകാരം ദൈവദാസന്മാരുടെ ഉപജീവനത്തിനും സഭയുടെ നടത്തിപ്പിനുമായിരുന്നുവെങ്കിൽ, ഇവിടെയും ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ സന്ധാരണത്തിനും സഭയുടെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി അത്രയെന്ന് നിശ്ചയം. ഈ ആശയം പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ആശയത്തിൽ പോകും. പുതിയ നിയമത്തിലും ഈ ആശയം ദൈവദാസന്മാരുടെ സന്ധാരണത്തിനു വേണ്ടിയാണ് ബേസിക്കലി പ്രധാനമായും എടുത്തു പറയുന്നത്. മാത്രമല്ല, പഴയ നിയമത്തിൽ ഇത് പുരോഹിതന്മാർക്ക് വേണ്ടി കൊടുത്തു. അതേസമയം ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കേണ്ടതിന്, ദേവാലയത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കേണ്ടതിന്, ദേവാലയത്തിൽ ആവശ്യമുള്ളത് എടുക്കേണ്ടതിന്, അവരുടെ ഭക്ഷണമേശയെങ്കിൽ ആഹാരം ധാരാളം ഉണ്ടാകേണ്ടതിന്, അവരുടെ സാധുക്കളെ സഹായിക്കേണ്ടതിന് അനേക ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ പുതിയ നിയമത്തിലും വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടി ദശാംശം ഉപയോഗിപ്പാൻ ദൈവവചനത്തിൽ അധികാരമുണ്ട്. ഇത് ദൈവദാസന്മാർ സമ്പാദിച്ചു വെച്ചവരുടെ വലിപ്പം കാണിക്കേണ്ടതിനല്ല, പകരം ഡിവൈൻ പ്രൊവിഡൻസ്, ദൈവം അവർക്ക് കൊടുക്കുന്നതായ ആ ദൈവിക കൈമാറ്റത്തെ കാണിക്കേണ്ടതിന്, ദൈവിക സംരക്ഷണത്തെ കാണിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ ഭണ്ണാരത്തെ അനുഭവിക്കേണ്ടതിന്, അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കേണ്ടതിന് മാത്രമാ, ദൈവത്തിൻ്റെ മുൻകരുതൽ കാണിക്കേണ്ടതിന് വേണ്ടിയാണ്. പഴയ നിയമത്തിൽ കിട്ടുന്നതായ ദശാംശം വാങ്ങി സ്റ്റോർ ഹൗസിൽ വെക്കുക എന്നതായിരുന്നു തത്വമെങ്കിൽ, സ്റ്റോർ ഹൗസ് ലക്ഷറിയെ കാണിക്കുന്ന ഇടമല്ല, ദൈവിക പ്രൊവിഡൻസിന്റെ ഇടം മാത്രമാണ്. അവിടെ ധാരാളം ലഭിക്കും, ധാരാളം ചിലവിടും. ഇത് വ്യക്തികൾക്കല്ല, പകരം സഭയ്ക്കാണ് ദശാംശം. ദശാംശം ഒരിക്കലും ഒരു പാസ്റ്റർക്ക് കൊടുക്കുന്നതല്ല. ഞാൻ കൊടുക്കുന്നത് ദൈവത്തിനാണ്. അത് സഭ മുഖേനയാണ്, പാസ്റ്റർ മുഖേനയല്ല, അത് സഭ മുഖേനയാണ്. സഭയുടെ ദൗത്യമാണ് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ യോഗ്യമായി മാനിക്കുന്നത്. വ്യക്തിപരമായി മാനിപ്പാൻ താല്പര്യമുള്ളവർ മാനിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. യേശു വ്യക്തിപരമായ ശുശ്രൂഷകൾ സ്വീകരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് കണ്ണുനീരുകൊണ്ട് തൻ്റെ പാദം കഴുകി, തലമുടി കൊണ്ട് തുവർത്തി, തൻ്റെ പാദത്തിൽ വിലയേറിയ പരിമള തൈലം പൊട്ടിച്ചൊഴിക്കുമ്പോൾ മുഷിഞ്ഞുപോയ പലരുമുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ യൂദാ ഇസ്കരിയോത്താവ്. ഈ വെറും ചെലവ് എന്തിന് എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ യേശുവിന് പറഞ്ഞത്, അവളെ വിട്, അവൾ ചെയ്തത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ കൂടിപ്പോയി എന്ന് പറയുന്നവർ പലര് കണ്ടേക്കാം. യൂദാകളുടെ എണ്ണം കുറവൊന്നുമല്ല. പക്ഷേ ദൈവം അത് അംഗീകരിക്കുന്നെങ്കിൽ അതിനായി സ്തോത്രം. പക്ഷെ വാങ്ങുന്ന ശുശ്രൂഷകന്മാരെ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഗമ കാണിക്കാനല്ല, നമ്മുടെ ലക്ഷറി കാണിക്കാനല്ല. ദൈവത്തിന് നല്ലത് കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് നല്ലത് തരണമെന്ന് ആരോടും പറയാറില്ല. പക്ഷെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. പണ്ടൊരിക്കൽ ചർച്ചിന് കൗണ്ടിങ് മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ശബ്ദം ഞാൻ കേട്ടു. ഇന്ന് പഴക്കച്ചവടംകാരൻ്റെ കയ്യിലും, നാരങ്ങ വിൽക്കുന്നവൻ്റെ കയ്യിലും, എന്തിന് വെറ്റല വിൽക്കുന്നവൻ്റെ കയ്യിലും അവിടെയും ഇവിടെയും ഇലക്ട്രോണിക് ഡിവൈസുകളാണുള്ളത്. കരിക്ക് വാങ്ങിക്കുന്ന വഴിയറമ്പിലിരുന്ന് വിൽക്കുന്ന പലരും ഇന്ന് QR കോഡും കൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് ലോകത്തിന്റെ സാഹചര്യമെങ്കിൽ ഒരു സഭയ്ക്കൊരു കൗണ്ടിങ് മെഷീൻ കൂടിപ്പോയെന്നാ ദൈവത്തെ നിസ്സാരന്മാരുടെ തട്ടിലിട്ട് തട്ടരുത്. അത് ശിക്ഷയ്ക്ക് കാരണമാകും. നമ്മുടെ അറിവുകേടാകാം, ഒരുപക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതാകാം. അങ്ങനെ ഒരു പൂവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാത്രം ജീവിച്ചു വരുന്നവർ ഇത്തരം പലതും പറഞ്ഞെന്ന് വരും. എംഎവറീസിന് തരാൻ വേണ്ടി ഞാൻ സാധാരണ പറയാറില്ല. ഈ ആയുസ്സിൽ ഒരിക്കലെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്തോത്ര കാഴ്ച എടുക്കാമെന്നോ, എൻ്റെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു പിരിവ് നടത്താമെന്നോ ഭൂമിയിൽ ഒരു മനുഷ്യനോട് പറയാതെ, ആഹാരം ഉണ്ടായിരുന്ന കാലത്തും ഇല്ലാത്ത കാലത്തും, വസ്ത്രം ഇല്ലാതിരുന്ന ഒട്ടും ഇല്ലാതിരുന്ന കാലത്തും അല്പമുണ്ടായിരുന്ന കാലത്തും, ഇന്ന് ധാരാളം ഉള്ള കാലത്തും ആരോടും ചോദിക്കുവാൻ സ്വർഗം അനുവദിച്ചില്ല. ഇന്നുവരെയും കർത്താവ് നടത്തി, ഇനിയും നടത്തും. ഞാൻ എനിക്ക് വേണ്ടി ദശാംശം ചോദിക്കാറില്ല ഇന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ ലോക്കൽ ചർച്ചിൽ ഗൗരവമായി ഞാൻ പഠിപ്പിക്കാറില്ല. ദശാംശം പ്രസംഗിക്കുന്നത് എൻ്റെ ബിസിനസ് അല്ല. ദശാംശം പിരിക്കുന്നത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകന്മാരുടെ പ്രയോജനത്തിനും സഭയുടെ അന്നെന്നുള്ള നടപ്പിനും വേണ്ടി അത്രേ
ദശാംശം ഉപയോഗിക്കേണ്ടത്. പുതിയ നിയമത്തിൽ യേശു തൻ്റെ വാഗൊണ്ട് പ്രസ്താവിച്ചത് ഒന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം. പരീശന്മാരുടെ നീതിയിൽ ദശാംശം ഒരു പ്രധാന ഭാഗമായിരുന്നു എന്ന് മറക്കരുത്. നമ്മുടെ നീതി അതിനേക്കാൾ ഉന്നതമായിരിക്കണം, വളർന്നിരിക്കണം. എന്ന് പറഞ്ഞാൽ ദശാംശം 10 കൂടുതൽ കൊടുക്കണമെന്നാണോ? വിശദീകരിക്കാം. പരീശന്മാർ കേവലം 10 മാത്രം കൊടുത്തു. ആ സാഹചര്യത്തിലാണ് യേശു പറയുന്നത്, നിങ്ങളുടെ നീതി അവരുടെ നീതിയേക്കാൾ ഉന്നതമായിരിക്കണം. പുതിയ നിയമസഭയിൽ ആത്മാവിൻ്റെ വലിയ ശക്തി പടർന്നു കത്തിയ കാലം അവരുള്ളത് മുഴുവനും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. പരീശന്മാരുടെ നീതിയെ അങ്ങേയറ്റം കവച്ചു വെച്ചു. പരീശന്മാരുടെ നീതിയിൽ നിന്നിരുന്നെങ്കിൽ പുതിയ നിയമസഭ വളരത്തില്ലായിരുന്നു. പരീശന്മാരുടെ നീതിയെ പൊളിച്ചെറിഞ്ഞുകൊണ്ട് ദൈവനീതി നടത്തിക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തോലിക യുഗത്തിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് സഭയിലുള്ള പലരും അവർക്കുള്ളത് മുഴുവനും വിറ്റു. പൊതുവകയും തെണ്ണി ആ തത്വത്തെ ദൈവം അംഗീകരിച്ചു. അനന്യാസും സഫീറയും ആ കൽപ്പന ലംഘിച്ചു. അവർ വിറ്റ ശേഷം, വിൽക്കുന്നതിന് മുമ്പേ അവരോടാരും വിൽക്കാൻ ആവശ്യപ്പെട്ടതല്ല, വിറ്റ ശേഷം പകുതി എടുത്തു മാറ്റിവെച്ച ശേഷം, അവരോടാരും മാറ്റിവെക്കാനും മിച്ചമുള്ളതെങ്കിലും കൊടുക്കാനും ആവശ്യപ്പെട്ടതല്ല, മിച്ചമുള്ളത് കൊണ്ട് കൊടുത്ത ശേഷം മുഴുവനും കൊടുത്തു എന്ന ഭാവേന ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ വെച്ചുകൊണ്ട് ഞങ്ങൾ മുഴുവനും ചെയ്തു എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിന് ചോദിക്കുവാനുള്ളത്, പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്യുവാൻ നിങ്ങൾ തമ്മിൽ പറഞ്ഞൊത്തതെന്ത്? ഇല്ല. ആദിമസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾ അവർക്കുള്ളത് മുഴുവനും കൊടുത്തു. അതായിരുന്നു അവരുടെ സ്ഥിതി. അപ്പോസ്തലന്മാരുടെ ആശയം മാറ്റി അവർക്കുള്ളത് മുഴുവനും ദൈവത്തിന് കൊടുക്കുകയും ചെയ്ത ഒരു സമയമുണ്ട്. അപ്പോസ്തലന്മാർ അത് ഇൻസിസ്റ്റ് ചെയ്തൊരു സമയമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32 മുതൽ 34 വരെ. ഞാൻ പറഞ്ഞല്ലോ, ദശാംശം 10 എന്നത് കേവലം ഒരു അടിസ്ഥാന തത്വമാണ്. അതതിൻ്റെ മിനിമമാണ്. അവിടം മുതൽ മുകളിലോട്ട് പോകും, എവിടം വരെ? കംപ്ലീറ്റ് കൊടുക്കുന്നത് വരെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. 33-ാം വാക്യം, സകലതും അവർ അവർക്ക് പൊതുവകയായി. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞുവെന്നു. നിന്റെ സഭയിൽ മുഴുവനും വാങ്ങിച്ച ചെല്ലടാ വന്നതെന്നൊക്കെ ചോദിക്കുന്ന യൂദ അന്നുണ്ട്. നീ കൊഴുത്ത് തടിച്ചിരിക്കുന്നത് ഇതുകൊണ്ടല്ലേടാന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാശുണ്ടാക്കുന്നവനുണ്ട്. ദശാംശം മാന്യമായി ദൈവത്തിന് കൊടുക്കുന്നവനെ കൊണ്ട് നിർത്തിവെപ്പിച്ച് അവനെ ചൂഷണം ചെയ്യുന്നവർ ഇന്നുമുണ്ട്, അന്നുമുണ്ട്. പക്ഷേ അവരിതൊന്നും മൈൻഡ് ചെയ്തേയില്ല. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. 34-ാം വാക്യം ഭയങ്കര പ്രാധാന്യമാണ്. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ബേഥേൽ ചർച്ചിനെ കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന പലരുടെയും അനുഭവങ്ങൾ തീരെ മോശമായിരുന്നു. എന്നോട് പറഞ്ഞവരുണ്ട്, നിസ്സാരം നിസ്സാരം നിസ്സാരം. ഞാൻ ഓരോ അനുഭവങ്ങൾ എടുത്തു പറഞ്ഞ് സഭാംഗങ്ങളിൽ ആർക്കും മാനക്ഷതം ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട് പറയുന്നില്ല. ഒന്നുമില്ലാത്ത നിർജീവങ്ങളിൽ നിന്ന്, ഒന്നുമില്ലാത്ത ശൂന്യതകളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നവർ ഇന്ന് വളർന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു വാക്ക് പറയുന്നത് അഹങ്കാരമല്ല, പകരം ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യമാണ്. ഞാൻ ഈ മെസ്സേജ് ചെയ്യുന്ന ഈ ദിവസം 5 ബസ്സുകളിലാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ചില ഗ്രൂപ്പ്സ് പിക്നിക്കിന് പോയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ സാമച്ചൻ പാസ്റ്റർ 1990കളുടെ ആരംഭത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ 24 അടി വീതിയും 35 അടി നീളവും മാത്രവുമുള്ള ആസ്പെറ്റോസ് ഇട്ടിരുന്ന കൊച്ചു ഷീറ്റ്, ആസ്പെറ്റോസ് പൊട്ടി ഒഴുകുന്ന കാലം, ആ മനുഷ്യൻ ഇവിടെ വന്ന് പറഞ്ഞിരുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ പദം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബഥേൽ 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 എന്നെഴുതി വെച്ച ബസ്സുകൾ നാട് നീളെ ബഥേലിലെ ജനവുമായി പരക്കും. ഇന്ന് 5 ബസ്സുകൾ നിറച്ച് 5 പ്രാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ബഥേൽ എന്ന് എഴുതി വെച്ച 5 ബസ്സുകൾ, 5 ഞങ്ങളുടെ അല്ല, ബഥേലിനോട് ചേർന്ന് നിൽക്കുന്ന സഹോദരന്മാരെ ദൈവം അനുഗ്രഹിച്ചു. ബഥേൽ എന്ന് എഴുതി വെച്ച 5 ബസ്സുകൾ ഇന്ന് സഹോദരന്മാരുമായി യാത്രയ്ക്ക് പോകുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇവിടെ വന്നവർ ഇന്ന് ധാരാളം ഭക്ഷിപ്പാൻ ദൈവം അവരെ കയ്യിലേൽപ്പിച്ചപ്പോൾ
ദൈവവുമായുള്ള ബന്ധം സൂക്ഷിച്ച് കർത്താവിൻ്റെ തിരുമേശ വരെ പരീക്ഷതത്വങ്ങളിൽ നിന്ന് മാറി നിന്നവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. മുട്ടുള്ളവരാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ ബെഥേലേജി ചർച്ചിൽ വരുന്ന സമയത്ത് അനേക ഇടങ്ങളിൽ ഞാൻ എടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ സഭയിൽ ഉണ്ടായിരുന്ന ഏറ്റവും ധനികനായ മനുഷ്യന്റെ വാഹനം ഒരു തുരുമ്പിച്ച ഹെർക്കുലീസ് സൈക്കിള്, ഒരു പഴയ ഹെർക്കുലീസ് സൈക്കിൾ, ഒരു തുരുമ്പിച്ച വാഹനം. എൻ്റെ കയ്യിൽ അന്ന് ഒരു രാജദൂത് മോട്ടോർ സൈക്കിൾ ഉണ്ട്. അന്നത്തെ ചർച്ചിന്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. പാസ്റ്റർ, ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഈ മോട്ടോർ സൈക്കിൾ വെച്ചേക്കണം. പാസ്റ്റർ, ഇവിടെ ഉള്ളിടത്തോളം സമയം ഈ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം. ഞാൻ എന്തിനാ ചർച്ചിന്റെ ഫ്രണ്ടിൽ വെക്കുന്നത്? ഇതിലെ പോകുന്നവരൊന്ന് കാണട്ടെ ഇവിടെ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നവരുണ്ടെന്ന്. നിശ്ചയമായും ബാംഗ്ലൂരിന്റെ അന്നത്തെ കാലഘട്ടം അതായിരുന്നു, സഭയുടെ കാലഘട്ടം അതായിരുന്നു. ഇന്ന് ദൈവം ഞങ്ങൾക്ക് 5-6 ഏക്കർ വസ്തു തന്നിടത്ത് പാർക്കിങ്ങിന് തികയാത്തത് കൊണ്ട് 4 ഷിഫ്റ്റുകളായി ആരാധന നടത്തുക. 4 ഷിഫ്റ്റുകളായി ആരാധന നടത്താനുള്ള കാരണം 4-1 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ല. എൻ്റെ ദൈവം സമൃദ്ധിയിൽ നടത്തുന്ന ദൈവമാണ്. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. സമൃദ്ധി എന്ന് പറയുന്നത് കേവലം ഭൗതികമല്ല. അന്ന് അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ സഭയിൽ ആകെ എൻ്റെ കുടുംബം അല്ലാതെ ഒരാളായിരുന്നു, ഒറ്റയാൾ ആയിരുന്നു. കൃപയാൽ ഇന്ന് 10,000-ങ്ങളാ. സമൃദ്ധി അവിടെയാ. അന്ന് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം ഒരു വലിയ വട്ടപൂജ്യമായിരുന്നു. നിൽ ബൈ നിൽ, ഒരു വട്ടപൂജ്യമായിരുന്നു. ഇന്ന് കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ എണ്ണം 100-കളിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ശുശ്രൂഷകന്മാർ സഭയോട് ബന്ധപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഈ പൂർണ്ണ അളവിലേക്കൊന്ന് വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയെ കർത്താവ് ഇനിയും ഉയർത്തട്ടെ. ഈ പഠിച്ചു വന്നതിൻ്റെ ആകത്തുക നോക്കിയാൽ ഇന്ന് ദശാംശം എന്നത് അഥവാ ലഭിക്കുന്നതിൻ്റെ 10-1 എന്നത് ഒരു മിനിമം അളവിനെ കുറിക്കുന്നതാണ്. അവിടെ മുതൽ ഉള്ളത് സകലതും കൊടുക്കുന്നത് വരെ ദൈവവുമായുള്ള സമർപ്പണത്തിൽ അവരവർക്ക് വളരാം. 10-1 കൊടുക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കൃപയാൽ അവിടെ നിന്നും മാറി. സ്വയം ബോസ്റ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കൃപയാൽ അവിടെ നിന്ന് മാറി അതിലധികം ചെയ്യുവാൻ ദൈവം ശക്തീകരിച്ചതോടെ സഭയെ ദൈവം പൂർവാധികം അനുഗ്രഹിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. കൊടുക്കുന്നത് അവരവരും ദൈവവുമായുള്ള സമർപ്പണത്തിന്റെ ആഴം അനുസരിച്ച് മാറും. ചിലർ 10% കാണും, ചിലർ 15% കാണും. ഞാൻ 2% കൊടുക്കുന്നുള്ളൂ എന്ന് ഒരുത്തം പറഞ്ഞാൽ ഫൈൻ, ഞാൻ ചോദിക്കാൻ വരുന്നില്ല. ഞങ്ങൾ ആരും ഡിമാൻഡ് ചെയ്യല്ല. കാര്യം ദശാംശം മനുഷ്യൻ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നല്ല. സഭകൾക്കൊരു പോളിസി കണ്ടേക്കാം, ഇന്നത് തന്നേ പറ്റി. വരിയിട്ട് പിരിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വരിയിട്ട് പിരിക്കുക, എഴുതിയിട്ട് പിന്നാരി ഇത്ര കൊടുക്കണമെന്ന് അത്രയും വെച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിർബന്ധിച്ച് പിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിന് എതിരല്ല. അത് എൻ്റെ പ്രിൻസിപ്പിളല്ല, തത്വമല്ല. ദൈവത്തിന്റെ കരുണയാൽ ആയിരങ്ങൾക്ക് ഇരിക്കത്തക്ക ബിൽഡിങ്ങുകൾ ഞങ്ങൾക്ക് ദേശത്തിന്റെ പല ഭാഗത്തു ദൈവം തന്നു. ഇന്നുവരെ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടി ഒരു അഡ്വാൻസ് എടുക്കത്തക്കവണ്ണം ഒരു റിസിപ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്യുവാൻ 1-2 പ്രാവശ്യം എന്നോട് ആളുകൾ ആവശ്യപ്പെട്ടതാണ്. നമുക്കൊരു 10-20 കോപ്പി റിസിപ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്ത് പ്രധാനപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാം, അങ്ങും ഇങ്ങുമൊക്കെ പിരിവെടുക്കട്ടെ എന്ന്. ഇതുവരെ അതിനിടവരുത്താതെ ഞങ്ങളെ ജയത്തിന്റെ ഉല്ലാസത്തോടെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഉത്തരവും സമർപ്പണത്തിന്റെ ആഴവുമാണ്. ഞാൻ എന്ത് കൊടുക്കണം? ദശാംശം എന്ന പദത്തിൽ നിന്ന് അതൊരു പേരാ. ഇന്നത് വെറും ഒരു പേരാ, അതൊരു എമൗണ്ട് അല്ല. അല്ലെങ്കിൽ അതൊരു കറക്റ്റ് പെർസെൻറ്റേജ് അല്ല, അതൊരു പേരാ. ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്വമേധദാനം, അതിൻ്റെ ഒരു പേരാ. അത് പണത്തിൻ്റെ അളവല്ല, മനസ്സിൻ്റെ കഴിവാണ്. മനസ്സ് ദൈവവുമായുള്ള അടുപ്പമാണ്. അവനവൻ്റെ ദൈവത്തോടുള്ള സമർപ്പണമാണ്. അബ്രഹാം ദൈവത്തിന് കൊടുത്തത് സമർപ്പണത്തിലാണ്. ദൈവത്തെ സമ്പന്നനാക്കുവാൻ അബ്രഹാം ചെയ്തതല്ല. ഇസഹാക്കിന് ദൈവത്തിന് യാക്കോബ് ദൈവത്തിന് കൊടുത്തത് ഒരു ദൈവത്തിന് കൊടുത്ത ദാനമല്ല. അത് നന്മകൾക്ക് വേണ്ടി ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു ബാർഗെയിൻ അല്ല. ദശാംശം കൊടുത്തില്ലെങ്കിൽ ശപിച്ചു കളയുമെന്ന് പറഞ്ഞ് ആരെയും ഭീഷണിപ്പെടുത്താനുള്ളതല്ല. ദശാംശം വാങ്ങി മിടുക്കനാണെന്ന് പറയുവാൻ ഞെളിയുവാനുള്ളതല്ല. ഇത് ദൈവവുമായുള്ള ബന്ധമാ. അത് ചെലവിടുന്നവർക്കായി സ്തോത്രം. ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ ദൈവം തന്നതിന് മറുപടിയായി സ്വർഗത്തിലെ ദൈവം വാതിലുകൾ നമുക്ക് വേണ്ടി മലക്കെ തുറക്കും.
1 കൊരിന്ത്യർ 9-13-14 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാലും പരിശുദ്ധാത്മാവാണ് ഇത് എഴുതിയിരിക്കുന്നത്. സകല തിരുവെഴുത്തും ദൈവ നിശ്വാസികമാണ്. 1 കൊരിന്ത്യർ 9-13-14 വാക്യം, ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. കാരണം 14 വാക്യം ഒന്നുകൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 9 വാക്യം, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഈ വാക്യം വായിച്ചു കഴിഞ്ഞു. ഇനി ഇതൊരു വ്യക്തിയുടെ അഭിപ്രായമല്ല, ഒരു പാസ്റ്ററുടെ ആശയവും പഠിപ്പിക്കലുമല്ല. തിരുവചനത്തിന്റെ വ്യവസ്ഥയും പുതിയ നിയമത്തിന്റെ കൽപ്പനയും ദൈവത്തിന്റെ നിയോഗവും എന്ന് മറക്കല്ല്. പുതിയ നിയമസഭയിൽ ദശാംശം വാങ്ങിക്കാൻ റൈറ്റില്ല. ആരോടും ഇപ്പൊ പറഞ്ഞത്? ബൈബിൾ ഒരു പ്രാവശ്യം മനസ്സിരുത്തി വായിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നാൽ ഇത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും. സുവിശേഷകന്മാർക്ക് കൊടുക്കുന്ന വേതനമല്ല ദശാംശം, പകരം ദൈവം അവരെ ഉപയോഗിക്കുന്നതിനുള്ള സഭയുടെ അഭിനന്ദനങ്ങളാണ്. സഭയ്ക്ക് അവരുടെ മുമ്പിലുള്ള സമർപ്പണത്തെയും ദൈവത്തോടുള്ള ആരാധനയുടെയും ഭാഗങ്ങളാണ് നാം കൊടുക്കുന്ന ദശാംശം. ഇനിയും എവിടെയാണ് നിങ്ങളുടെ ദശാംശം കൊടുക്കേണ്ടത്? ഒന്ന്, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്താണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ദൈവം നിങ്ങളെ നട്ട സഭയിൽ, ഞാൻ ബഥേലിന് വേണ്ടി മാത്രമല്ല ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്, ലോകത്തിന്റെ 4 വൻകരകളിൽ നിന്നും കുറഞ്ഞപക്ഷം ഒരു പക്ഷേ 5 വൻകരകളിൽ നിന്നും അനേകർ എൻ്റെ ബൈബിൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോഷകമുള്ള ആഹാരം, ആത്മീക ആഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നോ അവിടെയാണ് നിങ്ങളുടെ ദശാംശം പോകേണ്ടത് എന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങളൊരു സാക്ഷാൽ ദൈവപൈതലെങ്കിൽ നിങ്ങൾക്ക് ആത്മീക ആഹാരം ലഭിക്കുന്ന ഒരിടത്ത് ദൈവം നിങ്ങളെ പാകിയിരിക്കും, നട്ടിരിക്കും. കർത്താവിൻ്റെ വേല യഥാർത്ഥമായി ചെയ്യുന്ന വ്യക്തിയെങ്കിൽ ദശാംശം ധാരാളം ലഭിക്കുന്ന സഭയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കും. ഒരു പക്ഷേ കഷ്ടതയിലൂടെ പോയാൽ അവൻ നിന്നെ വിശപ്പിക്കുകയും നിന്നെ ദാഹിപ്പിക്കുകയും നിനക്ക് ദാരിദ്ര്യം വരുത്തുകയും അല്ലെങ്കിൽ നിനക്ക് ഒന്നുമില്ലാത്ത സാഹചര്യം വരുത്തുകയും ചെയ്താൽ പ്രമാണത്തിൽ നിന്ന് മാറാതെ ദൈവത്തെ സേവിക്കുമോ എന്ന് ശോധന ചെയ്യുന്ന രംഗങ്ങൾ മാത്രമാ സഹോദരന്മാരെ നേരെ പിടിച്ചു നില്ല്. ദൈവം നിങ്ങളെ ഉയർത്തും. ജനത്തിന് കൊടുക്കുവാനുള്ളത് അന്നും കൊടുത്തിരിക്കണം. ഞാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ സ്റ്റഡി, ഞാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, ഒരു പ്രസംഗ വിഷയം ചീറ്റിപ്പോയെന്ന് മലയാളത്തിൽ ഞങ്ങൾ പറയാറുണ്ട്. മലയാളികളായ സഹോദരന്മാർക്ക് വേണ്ടി പറയാറുണ്ട്, പ്രസംഗം ചീറ്റിപ്പോയിന്ന്. ചില വെടി പൊട്ടാതെ ചീറ്റിപ്പോകുമല്ലോ, അതുപോലെ ചീറ്റിപ്പോയി. ഫലം കൊടുത്തില്ല എന്ന് തോന്നിയാൽ എനിക്കൊന്ന് ഒരാഴ്ച 10 ദിവസമൊക്കെ ഞാൻ കിടന്ന് കരയും. കർത്താവേ, എന്തുകൊണ്ട് ജനത്തിന്റെ സമയം കളയാൻ എനിക്ക് അങ്ങനെ സാധിച്ചു? മലയാള മനോരമയിൽ ലഭിക്കുന്നതും അന്നത്തെ ചിന്താവിഷയം വായിക്കുന്നതും പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ അറിവും മാത്രം ജനത്തിന്റെ മുമ്പിൽ കൊടുക്കാനാണെങ്കിൽ അത് അവർക്കല്ലാതെ ലഭിക്കുമല്ലോ. എൻ്റെ അടുക്കൽ വന്ന് സമയമെടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ആരോഗ്യവും സമയവും ചെലവിട്ടത് ജനത്തിന് ഒന്നും കിട്ടാതെ പോകേണ്ടതിനല്ല, എന്നെ ശുശ്രൂഷ ഏൽപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, നമുക്ക് ദശാംശം വാങ്ങിക്കാൻ റൈറ്റ് ഉണ്ട് എന്ന് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓർമ്മിപ്പിക്കട്ടെ. വളരെ സാമാന്യമായും ലോയായിട്ടും ദശാംശത്തിൻ്റെ ഉപദേശം എടുക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ആകരുത്. സഭകളിലെ ശുശ്രൂഷകന്മാർ പ്രയോജനപ്പെടുന്നവരെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതിന് തന്നെയാണിത്. പക്ഷെ അത് അയൽ സഭയിലെ ആളിന് കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അവനവനെ ദൈവമാക്കിയെടുത്ത് അതിനപ്പുറത്ത് സ്വമേധദാനങ്ങൾ ധാരാളമുണ്ട്. സഹായിപ്പാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയും ആകട്ടെ. 2 കൊരിന്ത്യർ 9-6 വരെയുള്ള വാക്യം വീണ്ടും 2 കൊരിന്ത്യർ 9-6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. എമ്മേവറിസ് പറഞ്ഞതുകൊണ്ട് ആരും കൊടുക്കണ്ട. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ. തുടങ്ങിയപ്പോഴേ പിശാചി ചിലരോട് പറഞ്ഞിട്ടുണ്ട്, എടാ കൊടുക്കരുത്, കൂടിയാൽ 1%. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സമയത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, മേ ബി ഒരു 40 വർഷങ്ങൾക്ക് മുമ്പേ, 40 അല്ല, 1970-കളിൽ, 50 വർഷമായി, 1970-കളിൽ ഒരു സഹോദരൻ 2 പൈസ സ്തോത്രമായിട്ട് ഇടുവാൻ, 2 നയ പൈസ സ്തോത്രമായിട്ട് ഇടുവാൻ. ആരൊക്കെയോ അദ്ദേഹത്തോട് ചോദിച്ചോടൂ, തനിക്ക് നാണമില്ലേ? സാമാന്യം നല്ല ശമ്പളമുള്ളവന്. അദ്ദേഹത്തിന്റെ മറുപടി, 2 കാശിട്ട വിധവയായിരുന്നു ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ അവന്റെ കണ്ണ് പിശാചി കുരുടാക്കി.
അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചത് മാത്രം ചെയ്യട്ടെ. കൊടുക്കുന്നില്ലെന്നാണ് ഒരുത്തിൻ്റെ നിശ്ചയമെങ്കിൽ സഹോദര കൊടുക്കരുത്, ആത്മീയർ ചെയ്യട്ടെ. നിങ്ങളതിനെ നോക്കി എന്തിനാ വിഷമിക്കുന്നത്? അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ ഒരിക്കലും അരുതെന്ന് ഞാൻ ഒരിക്കൽ ചേർക്കുകയാണ്. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത് എന്ന് ബൈബിൾ പറയുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഈ വാക്യം മറക്കണ്ട. 8-ാമത്തെ വാക്യം, സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. ദശാംശം കൊടുക്കുന്നത് സൽപ്രവൃത്തികളിൽ ഒന്നാണ്. സ്വമനസാൽ സന്തോഷത്തോടെ ദശാംശം എന്ന ആശയം ഇന്ന് ഏറെക്കുറെ ദൈവവചന വെളിച്ചത്തിൽ വിശദീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭകൾ നാളെയും വളരേണ്ടതാണ്. കെട്ടുപണികൾ ആവശ്യമാണ്, വസ്തുവകകൾ ആവശ്യമാണ്, പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാർ ആവശ്യമാണ്. ഞങ്ങൾ കേവലം ശുശ്രൂഷകന്മാർക്ക് ദശാംശം കൊടുത്തല്ല അവരെ നിർത്തുന്നത്, അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ബഥേലിന്റെ സ്റ്റേജിൽ ഒന്ന് കയറുവാൻ താല്പര്യപ്പെട്ട പല ശുശ്രൂഷകന്മാരുണ്ട്. കഴിവുള്ളിടത്തോളം പലരെയും, ഞങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകന്മാരെ സ്നേഹ ആദരങ്ങളോടെ വിളിച്ച് അവർ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, വന്നവർക്ക് അനുഗ്രഹമാണ്. അവർ പോകാൻ നേരം അവരെ ഒന്ന് അനുഗ്രഹിച്ചു വിടുന്നത് ഞങ്ങളുടെ കടമയാണ്. അതിനെല്ലാം ഈ സഭയുടെ ദശാംശത്തെ ഉപയോഗിക്കുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ സഭകൾക്കും ഏറെക്കുറെ ഇതൊരു മാതൃകയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമുള്ളവർ അംഗീകരിക്കട്ടെ. നമ്മെ ദൈവകരങ്ങളിൽ കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഇന്ന് ഞങ്ങളുടെ ജനത്തെ ഞാൻ ദൈവകരങ്ങളിലേക്ക് തരികയാണ്. പക്ഷെ ചില ഹൃദയങ്ങളോട് സ്വർഗത്തിലെ ദൈവം തൊട്ട് സംസാരിച്ചെങ്കിൽ ദൈവവരെ മാനിച്ച് അനുഗ്രഹിക്കും, ആദരിക്കണം. ദൈവകൃപ പകരണമേ. ആർക്കെങ്കിലും വേണ്ട എന്ന് തോന്നുന്നെങ്കിൽ അവരോട് ക്ഷമിക്കണേ. കർത്താവേ, അടിയന്റെ വാക്കാർക്ക് കേടുവരുത്താതെ അടിയന്റെ വാക്കാളുകൾക്ക് ഉത്തേജനവും പ്രചോദനവും നൽകി അവരെ വളർത്തുന്നതായി മാറണം. തിരുനാമ മഹത്വത്തിനായി അടിയനെയും അടിയനോടുകൂടെ ഇവർ സഹകരിക്കുന്ന സഹോദരന്മാരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സഹായിച്ചാലും കേൾവിക്കാരെ വാഴ്ത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അഥവാ ചോദ്യോത്തരം ഉണ്ടെങ്കിൽ അടുത്തൊരു ദിവസം ഞാൻ പേഴ്സണലി അവൈലബിൾ ആകുമ്പോൾ ഞാനിത് ഫെബ്രുവരി മാസം 16-ാം തീയതിയേക്ക് ഉദ്ദേശിച്ച് നേരത്തെ റെക്കോർഡ് ചെയ്യുകയാണ്. അന്ന് ഞാൻ ബാംഗ്ലൂരിലില്ല. ഇന്നത്തെ പ്രോഗ്രാം മാറിയാണെന്ന് ഉണ്ടെങ്കിൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു ദിവസം നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് സമയമെടുക്കാം. താങ്ക് യു.